അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1316, സൂറത്തു തൗബ 112 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാക്കിഊനസ് സാജിദൂൻ الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. التائبون അവർ പശ്ചാത്തപിക്കുന്നവരാണ്. അൽ ആബിദൂൻ ആരാധനകൾ നിർവഹിക്കുന്നവരുമാണ്. അൽ ഹാമിദൂൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരുമാണ്. അസ്സായിഹൂൻ അവർ നോമ്പ് നോൽക്കുന്നവരുമാണ്. അർറാക്കിഊന റുക്കൂ ചെയ്യുന്നവരും, അസ്സാജിദൂന സുജൂദ് ചെയ്യുന്നവരുമാണ്. അൽ ആമിറൂന ബിൽ മഅറൂഫി അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. വന്നാഹൂന അനിൽ മുൻകരി തിന്മയെ തൊട്ട് വിരോധിക്കുന്നവരുമാണ്. വൽഹാഫിളൂന ലിഹുദൂദില്ലാ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്നവരുമാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ കണ്ടല്ലോ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരത്തെയും സമ്പത്തിനെയും വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ശരീരത്തിനെയും സമ്പത്തിനെയും സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയ ആളുകൾ അവരെങ്ങനെയുള്ളവരാണ്, അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. പടച്ചവനുമായി അത്തരമൊരു ഡീലിംഗ് അത് സാധ്യമാകണമെങ്കിൽ ചില ക്വാളിഫിക്കേഷനുകൾ ഇവർക്ക് വേണ്ടതുണ്ടല്ലോ, സ്വാഭാവികമാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇന്നല്ലാഹ തആല ലമ്മ ദക്കറ ഫിൽ ആയത്തിൽ ഊല, ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അന്നഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം വില കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾ അവരുടെ സമ്പത്തും ശരീരവും അല്ലാഹു വാങ്ങിയെന്ന് പറഞ്ഞപ്പോ ബയ്യന ഫീ ഹാദിഹിൽ ആയ, ഈ സൂക്തത്തിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്, അന്ന ഉലൈക്കൽ മുഅ്മിനീൻ ആ പറഞ്ഞ സത്യവിശ്വാസികൾ ഹുമുൽ മൗസൂഫൂന ബിഹാദിഹി സിഫാത്തി തിസ്അ, ഇവിടെ പറയുന്ന 9 വിശേഷണങ്ങൾ സിദ്ധിച്ചവരായിരിക്കണം എന്ന്. അപ്പൊ സ്വർഗം വിലക്ക് വാങ്ങാൻ, സ്വർഗം വില കിട്ടാൻ പറ്റും വിധത്തിൽ ജീവിതത്തെ, സമ്പത്തിനെ, അതേപോലെ തന്നെ ശരീരത്തെ അള്ളാഹുവിനു വേണ്ടി കൊടുക്കാൻ തയ്യാറായവർ, സമർപ്പിക്കാൻ തയ്യാറായവർ, അവർ ഈ പറഞ്ഞ 9 ഗുണങ്ങളുള്ളവരായിരിക്കണം. ഒന്ന് തൗബ, രണ്ടാമത്തത് ഇബാദത്ത്, മൂന്നാമത്തത് ഹംദ്, നാലാമത്തത് സിയാഹത്ത്, അഞ്ചാമത്തത് റുക്കൂ, ആറാമത്തത് സുജൂദ്, ഏഴാമത്തത് നന്മ കൽപ്പിക്കൽ, എട്ടാമത്തത് തിന്മ വിരോധിക്കൽ, ഒമ്പതാമത്തത് വിധിവിലക്കുകൾ, അല്ലാഹു തആലാന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കൽ. ഓരോ വിഷയത്തിലും അല്ലാഹു തആല വെച്ചിട്ടുള്ള ലക്ഷ്മണരേഖ ലംഘിക്കാതിരിക്കൽ. ഈ പറഞ്ഞ 9 ഗുണങ്ങളുള്ളവരായിരിക്കണം ആ വിശ്വാസികൾ എന്നാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 9 ഓരോന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാം. നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഹാദാ നഅ്തുൽ മുഅ്മിനീന അല്ലദീന ഇസ്തറല്ലാഹു മിൻഹും അൻഫുസഹും വ അംവാലഹും ബിഹാദിഹി സിഫാത്തിൽ ജമീലത്തി വൽ ഖിലാലിൽ ജലീല. അല്ലാഹു തആല സമ്പത്തും ശരീരവും സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ് വിലക്ക് വാങ്ങിയ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളാണിത്. വളരെ പ്രധാനപ്പെട്ടതും അങ്ങേയറ്റം സന്തോഷകരവുമായിട്ടുള്ള വിശേഷണങ്ങൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് അത്തായിബൂൻ, പശ്ചാത്തപിക്കുന്നവരാണവർ. സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തആല സെലക്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ നിത്യജീവിതത്തിൽ അവർ പശ്ചാത്തപിക്കുക എന്ന ഒരു സംഗതി, ഒരു സ്വഭാവം അവർക്ക് സ്ഥിരമായി കൊണ്ടു നടക്കും. അത്തായിബൂന അച്ചാൽ മിനദ്ദുനൂബി കുല്ലിഹാ അത്താരികൂന ലിൽ ഫവാഹിഷ്, എല്ലാ ദോഷങ്ങളെ തൊട്ടും പശ്ചാത്തപിക്കും, മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കുകയും ചെയ്യും. പശ്ചാത്താപം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞത് കാണാം. പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്
എന്തിനെ തൊട്ടെല്ലാമാണ് പശ്ചാത്താപം? എല്ലാ കുറ്റങ്ങളെ തൊട്ടും പശ്ചാത്താപം വേണം. പശ്ചാത്താപം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിലവിൽ കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഇനി ആ കുറ്റത്തിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഗതി വന്നുപോയല്ലോ പടച്ചവനെ എന്ന ഖേദത്തോടുകൂടെ അള്ളാഹുവെ പുറത്തു തരണം എന്ന് പറയുന്ന പ്രക്രിയക്കാണ് തൗബ എന്ന് പറയുക. അത്തരമൊരു സ്വഭാവം വിശ്വാസികൾ നിരന്തരം അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തെറ്റുകുറ്റങ്ങൾ മനുഷ്യനിൽ നിന്ന് സ്വാഭാവികമായും വന്നു പോകും. ഒരു തെറ്റും ചെയ്യാത്ത വിധത്തിൽ ജനങ്ങളെല്ലാവരും ഉണ്ട് നന്നായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാണ്ട് സന്തോഷത്തോടുകൂടെ പൊരുത്തത്തോടുകൂടെ മരിപ്പിച്ച് വേറൊരു കൂട്ടരെ ഇവിടെ കൊണ്ടുവരും. അവരിന്ന് അബദ്ധമൊക്കെ പറ്റും, എന്നിട്ട് അവരെന്ത് ചെയ്യും? പശ്ചാത്തപിക്കും. അപ്പൊ അങ്ങനെയുള്ള നിലപാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സംഗതി പടച്ചോന് ചെയ്യേണ്ട ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തിക്കണില്ല. നമ്മൾ തന്നെ ഇഷ്ടം പോലെ ചെയ്തു കൂട്ടുകയാണ്, അല്ലേ? അപ്പൊ അബദ്ധങ്ങൾ വരും, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. എന്നാൽ ആ സംഭവിക്കുന്നത് ഉടനെ തന്നെ നമ്മുടെ റെക്കോർഡ് ക്ലിയറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. അല്ലാഹു തആല വിരോധിക്കുകയോ അല്ലാഹു തആല വെറുക്കുകയോ ചെയ്യുന്ന എല്ലാ സംഗതികളിൽ നിന്നും രാജിയായി അല്ലാഹു ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്ന വിഷയങ്ങളുടെ സജീവത കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉറച്ച തീരുമാനത്തിലെത്തുക എന്നതാണ് തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. മഹാനായ ഇമാം തുബീരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മഅനാഅത്തായിബൂൻ, പശ്ചാത്തപിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അർറാജിഊന മിമ്മാ കരിഹഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തതും വസഖതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ഈർഷ്യത പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള സംഗതികൾ തൊട്ടെല്ലാം മടങ്ങുക. ഇലാ മാ യുഹിബ്ബുഹു വയർല്ലാഹു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയും അവൻ പൊരുത്തപ്പെടുകയും ചെയ്യുന്ന സംഗതിയിലേക്ക് മടങ്ങുക. ഇതാണ് തൗബ. അപ്പൊ ജീവിതത്തിൽ നിരന്തരം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മോണിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത വല്ലതും എന്നിൽ നിന്ന് വന്നുപോയോ എന്ന് നിരന്തരം പരിശോധിക്കണം. വന്നുവെങ്കിൽ ഉടനെ തന്നെ പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അല്ലാഹുവെ നിലവിൽ ആ കുറ്റത്തുനിന്ന് മാറി നിന്ന് ഇനി അതിലേക്ക് പോവില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പടച്ചവനെ മാപ്പാക്കി തരണമെന്ന് പറയണം. അപ്പൊ അതിനെന്ത് വേണം? നിരന്തരം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളെ നമ്മൾ വിശകലനത്തിന് വിധേയമാക്കണം. ഞാനിപ്പോൾ ഈ ചെയ്തത് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചന വേണം. വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ശരീരത്തിന് തോന്നിയതെല്ലാം പ്രവർത്തിച്ച് അതിനെക്കുറിച്ച് യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ വീണ്ടും വീണ്ടും തിന്മയിൽ നിന്ന് തിന്മയിലേക്കും തെറ്റിൽ നിന്ന് തെറ്റിലേക്കും അരുതായ്മകളിൽ നിന്ന് അരുതായ്മകളിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താളം തെറ്റിയ താരാട്ടിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണം. അപ്പോഴാണ് നമ്മൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുക. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇതിലേറ്റവും പ്രധാനം എല്ലാ കുറ്റത്തുനിന്നും മടങ്ങലും തൗബയാണെങ്കിലും ചില പണ്ഡിതന്മാർ മഹാനായ ഹസൻ ബസരി തങ്ങളിൽ നിന്ന് ഇമാം തുബിരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അവര് ശിർക്കിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങി. ഏറ്റവും വലിയ കുറ്റാണ് ശിർക്ക്. അതുകൊണ്ട് ആ ശിർക്കിൽ നിന്ന് തന്നെ പശ്ചാത്തപിച്ചു മടങ്ങി. അതോടൊപ്പം ബരിഉമിനൻ നിഫാഖി, കാപട്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തു. കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് ആബിദൂൻ എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് ബഹുമാനപ്പെട്ട ഇമാം തുബിരി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ ഏതായാലും തൗബയുടെ പ്രാധാന്യം നമ്മൾ നന്നായി മനസ്സിലാക്കണം. നിത്യജീവിതത്തിൽ അരുതായ്മകൾ സംഭവിച്ചു പോകുമ്പോൾ ഉടനടി അതിനുള്ള പരിഹാരം എന്ന രൂപത്തിൽ ഈ തൗബയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും വേണം. അതൊക്കെ മരിക്കാനാവുമ്പോൾ നോക്കാം. ഒരു 10-70 വയസ്സൊക്കെ ആവട്ടെ, ഇപ്പൊ തന്നെ തൗബ ചെയ്താൽ പിന്നെയും കുറ്റങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന നിലപാടാണ് പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. അത് തീരെ ശരിയല്ല. എന്തുകൊണ്ട്? 10-70 വയസ്സാവട്ടെ അല്ലെങ്കിൽ 80 വയസ്സാവട്ടെ എന്ന് പറയണമെങ്കിൽ അത്രയും കാലത്തേക്കുള്ള ജീവിതം നമുക്കുണ്ട് എന്ന് ആരാണ് നമ്മോട് എഗ്രി ചെയ്തത്? ആരും നമ്മളോട് എഗ്രി ചെയ്തിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെ ജീവിതത്തിലും മരണം കണക്കാക്കുന്നതിന് പ്രായം ക്രൈറ്റീരിയ അല്ല, പ്രായം ഒരു മാനദണ്ഡമല്ല. മറിച്ച്
അല്ലാഹു തആല ഓരോരുത്തർക്ക് നിശ്ചയിച്ചിരിക്കുന്ന അവധി എന്ന് പറയുന്നത് അത് അവന്റെ വിവേചനാധികാരമാണ്. ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നന്ന ചെറുപ്പത്തിൽ തന്നെ ഞെട്ടറ്റ് വീഴുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യുവത്വത്തിന്റെ പ്രസരിപ്പിലേക്ക് കടന്നു വന്ന ആളുകൾ മരിച്ചു വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. വാർദ്ധക്യ സഹജമായ ചാബല്യങ്ങളോടെ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടും മരിക്കാതെ കിടക്കുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ? മരണത്തിന് പ്രായം ഒരു മാനദണ്ഡമേ അല്ല, ആരോഗ്യം ഒരു മാനദണ്ഡമേ അല്ല. രോഗം വന്നു, ക്ഷീണിച്ചു, ഇവിടനെ മരിക്കുമെന്ന് തീരുമാനിക്കാൻ നമ്മുടെ മുന്നിൽ യാതൊരു മാർഗവുമില്ല. അപ്പൊ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എന്തു ചെയ്തുകൊണ്ടിരിക്കണം? പടച്ചോനെ, ഞാൻ ഇന്നെന്നെ മരിച്ചാലോ എന്ന ചിന്ത നമ്മളെ നയിക്കണം. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകും. എത്ര ശ്രദ്ധിച്ചാലും പറ്റിപ്പോകും. പറ്റിപ്പോയാൽ അത് ഏറ്റുപറയാനുള്ള സന്മനസ് കാണിക്കുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത. അങ്ങനെ ഏറ്റുപറയാനുള്ള സന്മനസ് കാണിച്ചാൽ അവനെ സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. അല്ലാതെ കുറ്റം ചെയ്തവൻ അത് ഏറ്റുപറയുമ്പോൾ അവനെ വീണ്ടും പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലാഹു തആല സ്വീകരിക്കുകയേയില്ല. അതുകൊണ്ടാണ് പടച്ചവൻ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, പശ്ചാത്തപിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു പറഞ്ഞത്. കുറ്റം ചെയ്തവൻ എനിക്കൊരു റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കി അവനോട് ക്ഷമാപണം നടത്തിയില്ലേ? ആ ക്ഷമാപണം നടത്തുന്ന നല്ല മനസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്നർത്ഥം. രണ്ടാമത്തേത് അൽ ആബിദൂൻ, അവരാരാണ്? ആബിദീങ്ങളാണ്. ആബിദീങ്ങൾ ചാൽ അൽ ഖായിമൂന ബിഇബാദത്തി റബ്ബിഹിം മുഹാഫിളീന അലൈഹാ, അവരുടെ നാഥന് ആരാധനകൾ ചെയ്യാൻ വേണ്ടി നിലകൊള്ളുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നവർ. തോന്നുമ്പോൾ ശല്യമല്ല, തോന്നുമ്പോൾ ചിലതൊക്കെ ചെയ്യും, ചിലപ്പാട് ചെയ്യന്നെ, പക്ഷെ പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ അവൻ ആ പരിസരത്തുണ്ടാവില്ല. അങ്ങനെയല്ല. അൽ മുഹാഫിളൂന അലൈഹാ. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ആ ചെയ്യുന്ന ആരാധനകളിലൊക്കെ അവർ നിഷ്കർഷത പുലർത്തും. അത് കണ്ടിന്യൂ ആയി ചെയ്യാനുള്ള, സ്ഥിരമായി ചെയ്യാനുള്ള ഒരു നിലപാടിലേക്ക് അവരെത്തും. വഹിയൽ അഖ്വാലു വൽ അഫ്ആൽ, ഇബാദത്തുകൾ എന്ന് പറയുന്നത് വാക്കുകളും പ്രവർത്തനങ്ങളുമുണ്ട്. വാക്കുകളിലൂടെയും ഇബാദത്തുണ്ട്, പ്രവർത്തനങ്ങളിലൂടെയും ഇബാദത്തുണ്ട്. ആ ഇബാദത്തുകളിലെല്ലാം അവർ ബദ്ധശ്രദ്ധരായിരിക്കും. ആ ഇബാദത്തുകളെല്ലാം നിർവഹിക്കാനുള്ള ആവേശം അവർ കാണിക്കും. അത് 2 ദിവസം കാണിച്ചിട്ട് പിന്നെ അതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോവുമല്ല. ഒരാവേശ കമ്മിറ്റിയായിട്ട് വന്ന് കുറച്ചു ദിവസം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് പിന്നെ അതിൽ നിന്ന് പുറകോട്ടടിക്കുന്ന ശൈലിയല്ല. അത് സ്ഥിരമായി കൊണ്ടു നടക്കുന്ന സ്വഭാവം ആ മുഅ്മിനീങ്ങൾ സ്വീകരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൈറുൽ അഅ്മാലി അദ്വമുഹാ വഇൻ ഖല്ല, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്ഥിരമായി ചെയ്യുന്നതാണ്, അത് കുറവാണെങ്കിലും ശരി. ഇപ്പൊ നമുക്ക് കുറച്ചാണ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിലും അത് മുടങ്ങാതെ ചെയ്യാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കാം. 4 ദിവസമാണ് ചെയ്യന്നെ, പിന്നെ ആ വഴിക്കല്ല എന്ന് പറയുന്ന സ്വഭാവം അത് ശരിയല്ല എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. മൂന്നാമത്തത് അൽ ഹാമിദൂൻ, അവർ സ്തുതിക്കുന്നവരാണ് അള്ളാഹുവിനെ. വാക്കുകൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹംദ്, സ്തുതിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന പേരിൽ തന്നെ ഒരു ഭവനമുണ്ട് എന്ന്. അതെല്ലാ ഘട്ടത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളതാണ്. ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്നാണ് അതിന്റെ അർത്ഥം. ആലോചിച്ചു നോക്കൂ, ഒരു സംഗതിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അളവറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. ആ ഒരുക്കി തന്ന അനുഗ്രഹങ്ങളെ എല്ലാം നമ്മൾ നന്ദിപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സന്തോഷഘട്ടത്തിലും ദുഃഖസാന്ദ്രമായ സാഹചര്യത്തിലും എന്തു വേണം? ഹംദ് വേണമെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഗതി. കാരണം വിഷമം വരുമ്പോഴും നമുക്ക് അവിടെ ഒരു സ്തുതിക്കാനുള്ള ഗ്യാപ്പുണ്ട്. അതെന്താ? ആ സ്തുതിക്കാനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് പടച്ചോനെ ഇത്രയല്ലേ വന്നുള്ളൂ എന്ന്. അങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഒരാളിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി, അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആക്സിഡന്റ് പറ്റിയിട്ട് കൈ മുറിഞ്ഞു, വലത് കൈ മുറിഞ്ഞു അല്ലെങ്കിൽ ഇടത് കൈ മുറിഞ്ഞു. പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവന് മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, വലിയ അനുഗ്രഹമായി ചെയ്തത് എന്ന് പടച്ചവനോട് പറയാൻ വകുപ്പില്ലേ? വകുപ്പുണ്ട്. അതെങ്ങനെ വകുപ്പ്? കൈ മുറിഞ്ഞിട്ട് വേദനിച്ചിട്ട് കിടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയാൻ എന്ത് വകുപ്പാ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ.
ഇടത് കൈ അല്ലെങ്കിൽ വലത് കൈ മാത്രമല്ലേ മുറിഞ്ഞുള്ളൂ? മറ്റേ കൈയും മുറിക്കാൻ ആർക്ക് സാധിക്കുമായിരുന്നല്ലോ? അള്ളാഹുവിന് സാധിക്കുമായിരുന്നല്ലോ, അല്ലേ? പക്ഷെ അള്ളാഹു താല ഇവിടെ നിർത്തിയില്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ലഭ്യമായ സൗകര്യങ്ങളുടെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ വ്യാപ്തി അത് നമുക്ക് ചിന്തയിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിനു പകരം നമ്മൾ പലപ്പോഴും ചെയ്യൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ തിരിച്ചടി സംഭവിച്ചാൽ ആ തിരിച്ചടിയെ ഹൈലൈറ്റ് ചെയ്ത് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന ആ ദുഃഖം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴാണ് നന്ദികേടിന്റെ വർത്തമാനങ്ങൾ പറയുക. ആക്സിഡന്റ് വെച്ച് വലത് കൈ മുറിഞ്ഞു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ ഇടത് കൈ കൂടെ മുറിഞ്ഞിരുന്നെങ്കിൽ എന്ത് കാട്ടും? അൽഹംദുലില്ലാ, അത്ര ഉണ്ടായില്ലല്ലോ, ഇത്രയല്ലേ വന്നുള്ളൂ. ഇത് ചിന്തിക്കുന്നവനായിരിക്കണം വിശ്വാസി. അവനാണ് സ്വർഗത്തിന്റെ അവകാശി. ബഹുമാനപ്പെട്ട ഇമാം തബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അൽഹാമിദൂന എന്ന് പറഞ്ഞാൽ ഫഇന്നഹുമുല്ലദീന യഹ്മദൂനല്ലാഹ അലാ കുല്ലി മംതഹനഹും ബിഹി മിൻ ഖൈരിൻ വശർരിൻ. അള്ളാഹു നന്മ കൊണ്ട് പരീക്ഷിച്ചാലും തിന്മ കൊണ്ട് പരീക്ഷിച്ചാലും എല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണവർ. വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അള്ളാഹിനെ സ്തുതിക്കണം കേട്ടോ. അതുകൊണ്ട് വിഷമം വരുമ്പോഴും അൽഹംദുലില്ലാ പറയണം നമ്മൾ. അതെന്താ ഈ വിഷമം വരുമ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് ചിന്തിച്ചാൽ അൽഹംദുലില്ലാ പറയാൻ വകുപ്പുണ്ട്? അങ്ങനെ ചിന്തിക്കുന്ന ശൈലിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു. മൂന്നാമത്തത് അൽ ഹാമിദു അൽ അസായിഹൂൻ. ഒന്നാമത്തെ തായിബൂൻ തൗബ ചെയ്യുന്നവർ, രണ്ടാമത്തെ ആബിദൂൻ ആരാധനകൾ നിർവഹിക്കുന്നവർ, മൂന്നാമത്തത് ഹാമിദൂൻ സ്തുതിക്കുന്നവർ, നാലാമത്തത് സായിഹൂൻ സായിഹ്യങ്ങൾ തീർത്ഥയാത്ര നടത്തുന്നവർ എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം. നോമ്പെടുക്കുക എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകളിൽ പലരും പറയുന്നുണ്ട്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വസായിഹൂൻ എന്ന് പറഞ്ഞാൽ ഐസായിമൂൻ, നോമ്പുകാർ എന്നാണ് അതിന്റെ അർത്ഥം. നോമ്പ് ഒരു തരം തീർത്ഥയാത്രയാണ്. അഥവാ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ശരീരത്തിനെയും മനസ്സിനെയും മെരുക്കിയെടുത്തുകൊണ്ടുള്ള ഒരു സഞ്ചാരം. അപ്പൊ അതുകൊണ്ട് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ആ തീർത്ഥയാത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിനെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അവന്റെ ഖുദ്റത്ത് ചിന്തിക്കാനും അവനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് അവബോധമുണ്ടാക്കാനുമൊക്കെ യാത്രകൾ എന്ന് പറയുന്നത് നല്ലവരുടെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഈസാ അലൈഹി ഇസ്ലാമൊക്കെ ധാരാളമായി യാത്ര ചെയ്തുകൊണ്ട് പ്രബോധനം ചെയ്തിരുന്ന ചരിത്രത്തിലുണ്ട്. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്നോരേകൽ കേട്ടാരേയിരുന്നോവർ. മുഹീദ്ദീന്മാരെ കാണാലോ, 25 ആണ്ട് 25 കൊല്ലം മഹാനവർകൾ കറങ്ങി നടക്കുകയായിരുന്നു. എങ്ങനെ കറങ്ങല്? മഹാന്മാരായ ആത്മീയ ഗുരുക്കളുടെയും പുണ്യപുരുഷന്മാരുടെയും സമീപങ്ങളിൽ ചെന്ന് അവരിൽ നിന്ന് ആത്മീയ വിദ്യകൾ നുകർന്ന് ആത്മീയമായ ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറാനുള്ള യാത്ര. അപ്പൊ ആ അർത്ഥത്തിലുള്ള യാത്രകൾ അത് സായിഹൂൻ എന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ്. മലക്കുകളെ സംബന്ധിച്ച് കാണാലോ, ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന ഫിൽ അർള്, ഭൂമിയിലൂടെ നന്മയുടെ സദസ്സുകൾ അന്വേഷിച്ച് നടക്കുന്ന മലക്കുകളുണ്ട് എന്ന് കാണാം. അപ്പൊ സായിഹീൻ എന്നതിന് നോമ്പുകാരെന്നൊരു അർത്ഥമുണ്ട്. മൊത്തത്തിലുള്ള നോമ്പുൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീർത്ഥയാത്ര നടത്തുന്നവരെന്ന അർത്ഥമുണ്ട്. ധാരാളം അർത്ഥങ്ങൾ വേറെയും വിശദീകരിക്കപ്പെട്ടത് ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ യോദ്ധാക്കളെന്ന്, സമരത്തിലേർപ്പെടുന്നവർ എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നവരെന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചുള്ള പിന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിനും അതിനാവശ്യമായി തന്റെ ചിന്തയെ ക്രമീകരിക്കുന്നതിനും വേണ്ടി ആലോചിക്കുന്ന ചിന്തകന്മാരെന്ന് അർത്ഥം പറഞ്ഞവരുണ്ട്. ഇவ்விധത്തിലൊക്കെയുള്ള അർത്ഥങ്ങൾ സായിഹൂൻ എന്നതിന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് സ്വർഗാവകാശികളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. അറാക്കിയവും റുക്കൂ ചെയ്യുന്നവർ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ അവന്റെ ചലനങ്ങളിൽ നിന്ന് ഇത് നിസ്കാരമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റുക്കൂ. അസാജിദൂൻ സുജൂദ് ചെയ്യുന്നവരുമാണ് അവർ. സാഷ്ടാംഗം എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മാത്രമല്ല, തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദിനും അതേപോലെ തന്നെ ശുക്റിന്റെ സുജൂദിനും പ്രത്യേകമായി സുജൂദിന്റെ സാഹചര്യങ്ങളുണ്ട്, വ്യവസ്ഥാപിതമായി നിർവഹിക്കേണ്ടതുണ്ട്. അതെല്ലാം ഈ പറഞ്ഞതിന്റെ പരിധിയിൽ വരും. അതോടൊപ്പം ആമിറൂന ബിൽ മഅറൂഫി, അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരും വന്നാഹൂന അനിൽ മുൻകരി, തിന്മയെ തൊട്ട് വിരോധിക്കുന്നവരുമാണ്.
സ്വർഗത്തിലേക്ക് പോകേണ്ട വിശ്വാസികൾ ഈ പറഞ്ഞ 2 ഗുണങ്ങൾ കൃത്യമായി സ്വായത്തമാക്കണം. നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയത്തിലും നന്മകളുടെ കൽപ്പനകൾ നടത്തുന്നവരായിട്ടും തിന്മകളുടെ വിരോധം അത് നടത്തുന്നവരായിട്ടും അവർ മാറണം. അവരെന്തെങ്കിലും ആവട്ടെ, അവന്റെ ഖബറിലേക്ക് അവനല്ലേ പോകുന്നത് എന്ന നിലപാട് വിശ്വാസിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു സമൂഹത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയാൽ ആ സമൂഹത്തിന്റെ സകലമാന നന്മകളും ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. അതുകൊണ്ട് ഒരു ഉത്തമ സമുദായം നമ്മളായി മാറണമെങ്കിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വേണം. വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നവരാണവർ. ഓരോ വിഷയത്തിലും നമ്മൾ ഏതുവരെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് പടച്ച തമ്പുരാന് കൃത്യമായ നിയമമുണ്ട്. ആ നിയമത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാതെ മുന്നോട്ട് പോകുന്നവരാണവർ. വബശ്ശിരിൽ മുഅ്മിനീൻ, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആ സത്യവിശ്വാസികൾക്ക് നബിയെ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ ഈ 9 സ്വഭാവ ഗുണങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കുകയും അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി അധ്വാനിക്കുകയും വേണം. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് മഹാഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.